ഈ പ്രസാദമായിട്ട് സംസാരിച്ച് വന്ന വഴിക്ക് ഇടയ്ക്ക് ഈ മനുഷ്യ വന്യജീവി ആക്രമണം എന്നതിനെ പ്രസാദേട്ടൻ വന്യജീവികളുടെ ആക്രമണം എന്ന നിലയിലേക്ക് തന്നെ പറഞ്ഞു. അപ്പം 10 വർഷം മുമ്പ് എനിക്കറിയാവുന്ന പ്രസാദേട്ടൻ എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിൽ പ്രസാദേട്ടൻ ഒരു പരിസ്ഥിതി തീവ്രവാദി എന്ന നിലയ്ക്ക് ഞാൻ പോലും വിമർശിച്ചിട്ടുണ്ട്. അപ്പം അതിനപ്പുറത്തേക്ക് മാറി ആ അത്തരമൊരു പരിസ്ഥിതി തീവ്രവാദമൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടെ ഇപ്പോഴത്തെ കാലത്തെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന, കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പരിസ്ഥിതി തീവ്രവാദത്തിനെതിരായിട്ടൊരു രാഷ്ട്രീയം തന്നെ കേരളത്തിൽ പുതിയ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞകാല പരിസ്ഥിതി സങ്കല്പങ്ങൾ, കാരണം വീട് വെച്ചില്ലെങ്കിലും വേണ്ടുകയില്ല, റോഡ് വെട്ടിയില്ലെങ്കിലും വേണ്ടുകയില്ല, വിമാനത്താവളം വന്നില്ലെങ്കിലും വേണ്ടുകയില്ല, മരം വെട്ടരുത് അങ്ങനെ പറയുന്നൊരു സാമൂഹ്യ അന്തരീക്ഷം പൊതുവിൽ കേരളത്തിലുണ്ടായിരുന്നു. അപ്പം പ്രസാദേട്ടനൊക്കെ സ്വാഭാവികമായിട്ടും ഈ പരിസ്ഥിതി സ്നേഹിയായിട്ടുള്ള ആ രംഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് കൂടിയാണ് ഞാൻ കണ്ടിട്ടുള്ളതും നമ്മൾ പരിചയപ്പെടുന്ന കാലം സംസാരിച്ചിട്ടുള്ളതും. പക്ഷെ അത് പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ഈ പരിസ്ഥിതി എന്ന് പറയുന്നതിന് ഈ അവരൊരു പരിസ്ഥിതി തീവ്രവാദം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ഘട്ടം ഒരു വലിയ കൂട്ടം ആളുകൾ മാറുകയും പരിസ്ഥിതി എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നതിന് വേറെ നിർവചനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രസാദേട്ടൻ അങ്ങനെ അത്തരത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഷാനവാസെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും ആ നിലപാടിൽ തന്നെയാണ്. പുറമേ നിന്ന ആൾക്കാരാണ് ഇതിനെ തീവ്രവാദമാണെന്നും അല്ലെങ്കിൽ വെറ്റുവാദമാണെന്നും ഉള്ള തരത്തിലേക്ക് വ്യാഖ്യാനിച്ചത് അവർ തന്നെയാണ്. അപ്പോഴും നമ്മൾ പറഞ്ഞത്, ഇപ്പം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിനെ തടയേണ്ടത് അനിവാര്യമാണ്. ആ തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ആ തടയാനുള്ള സംവിധാനം എല്ലാത്തിനെയും ചിലപ്പോൾ പന്നിയെ കൊന്നു കൊടുക്കണം. കാരണം പന്നി ഒരു റയർ സ്പീഷീസ് ഒന്നുമല്ല, നമുക്ക് ധാരാളമായി ഇവിടെ ഉണ്ട്. അപ്പോൾ ആനയെ പിന്നെ ആന വരുമ്പോൾ ആനയെ കൊല്ലാൻ പാടില്ല, അത് കൊല്ലേണ്ട ആവശ്യമില്ല. അല്ലാതെ അപ്പോൾ എന്താ മാർഗം പിന്നെ? അപ്പോൾ ഇതിന് വിവിധങ്ങളായ മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രകൃതി സംരക്ഷണം എന്നുള്ളത് നമ്മുടെ അജണ്ടകളിൽ നിന്നും മാറിയാൽ അതിൻ്റെ വലിയ ദുരന്തം നമ്മൾ തന്നെ അനുഭവിക്കും. ആ ദുരന്തങ്ങൾ ചെറുതായിരിക്കില്ല. പ്രകൃതിക്ക് മേൽ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടോ അതിനെല്ലാം പ്രകൃതി ഇങ്ങോട്ടും നമ്മളോട്, നമ്മുടെ ഈ ഉണ്ടായിട്ടുള്ള ഓരോ ദുരന്തങ്ങളുടെയും പിന്നിൽ അത്തരത്തിലുള്ള കുറച്ച് കഥകൾ കൂടി ഉണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ഉണ്ടാക്കി ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഓരോ പ്രളയം ഉണ്ടാകുമ്പോഴും ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളം ഓർത്തെടുക്കുന്ന ഒരു പേരാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ. ദുരന്തം കഴിയുമ്പോൾ ഗാഡ്ഗിലിനെ മറക്കും. ഇനിയിപ്പോഴും ഗാഡ്ഗിലിനെ അറിയണമെങ്കിൽ വേറെ എന്തൊരു ദുരന്തം വീണ്ടും ഉണ്ടാവണം തരത്തിലാണ്. ഇതൊരു മലയാളിയുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നവരുടെയും ഒരു വിഷയമാണ്. പക്ഷേ അന്നേരം മാത്രം ഓർത്താൽ മതിയോ? നമുക്ക് എവിടെയും ഇടപെടാൻ കഴിയുന്നതിനൊരു ശാസ്ത്രീയത ഉണ്ടാവണം. ആ ശാസ്ത്രീയതയെ നോക്കിയാൽ മാത്രം മതിയാവും. നമുക്ക് ഏതെല്ലാം എങ്ങനെല്ലാം ചെയ്യാം, എങ്ങനെല്ലാം ഇടപെടാം. നമ്മളുള്ള നെൽവയലുകൾ മുഴുവൻ നികത്തിയിട്ട് കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയുണ്ടോ? ഇതിൻ്റെ ഒരു മൂല്യം നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഇതങ്ങോട്ട് നികത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് ഒന്ന് ഭവിക്കുക? ഘട്ടമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെല്ലാം നീർന്നു കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ ഒരു നിരപ്പായ ഭൂപ്രദേശം ആക്കി മാറ്റിയാൽ നമ്മുടെ കാലാവസ്ഥയിൽ അത് വലിയ പ്രയാസം ഉണ്ടാവില്ലേ? നമ്മുടെ പശ്ചിമഘട്ടത്തെ അങ്ങനെ തകർക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് ഒന്നും തൊടാനേ പാടില്ല, ഒരു ഇല പോലും എടുക്കാൻ പാടില്ല. ആ നിലപാട് അപ്പോഴും ഇപ്പോഴും എനിക്കില്ല. നമുക്ക് വേണ്ടത് ഒരു സയൻറ്റിഫിക്കായ അപ്രോച്ചാണ്. ആ ശാസ്ത്രീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ശാസ്ത്രീയത ഇപ്പം പറഞ്ഞില്ലേ, ബോംബിൻ്റെ ഇത് പറയുന്നത് പോലെയാണ്. അതും സയൻസ് അല്ലേ? അങ്ങനെ ഈ സമയം MC² അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെ പ്രയോഗിക്കുന്നത്? മറ്റുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവിതത്തെ, നമ്മുടെ സംവിധാനത്തെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന രീതികളെ തകർക്കാത്ത, എൻ്റെയും ഷാനൂസിൻ്റെയും ജീവിതത്തെ തകർക്കാത്ത തരത്തിലായിരിക്കണം മൂന്നാമതൊരാൾ നമ്മുടെ അവിടെ ഒരു ഇടപെടൽ നടത്തുന്നത്. അവരുടെ ലാഭത്തിന് മാത്രമല്ല നമ്മളുടെ ജീവിതത്തെയും കൂടി കണക്കിലെടുത്തായിരിക്കണം അത് നിൽക്കേണ്ടത്. അതല്ലാണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ലാഭത്തെ മാത്രം ഉയർത്തി കാണിക്കുകയും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചയെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. ഇത് നമ്മൾ ഗൗരവമായി കണക്കാക്കേണ്ടതുണ്ട്. നമുക്ക് വേറെ പകരം വെക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയാണ് പകരം വെക്കാൻ പറ്റുക? ഇത് ഏതെങ്കിലും ഒരു കാര്യത്തിന് പകരമായിട്ട് ഈ വെള്ളം ഭൂമിക്കടിയിലേക്ക് സംഭരിച്ചു കൊടുക്കുന്ന നെൽവയലുകളുടെ ദൗത്യം ചെറുതാണ്. മാധവ് ഗാഡ്ഗിലിനെ സംബന്ധിച്ച് അദ്ദേഹം വലിയ വിമർശന വിധേയമായ ഒരു കാലം കൂടിയാണ് കഴിഞ്ഞൊരു 3-4 കൊല്ലക്കാലം എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ വായനകളിൽ അല്ലാതുള്ള വായനകളിലൊക്കെ
ഭയങ്കരമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് അതിൻ്റെ സൂചിക താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ പുനരുജ്ജീവനം കൂടിയാണ്. തീർച്ചയായിട്ടും ഞാനത് ഗാഡ്ഗിലിനെ നമുക്ക് വിമർശിക്കാം. ഗാഡ്ഗിലിനോട് ചിലപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും യോജിപ്പുണ്ടാവുകയില്ല. നമുക്ക് എന്തുകൊണ്ടൊരു പോസിറ്റീവ് ഡയലോഗ് നടക്കുന്നില്ല? ഗാഡ്ഗിൽ പറഞ്ഞത് എന്താ? എല്ലാം അപ്പടി ചെയ്യണമെന്നും പറഞ്ഞില്ല. ഞാൻ ഗാഡ്ഗിലിൻ്റെ ആരാധകനോ ഗാഡ്ഗിലിനെ അന്ധമായി അനുകരിക്കണം എന്ന് പറയുന്ന ആളോ അല്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് നല്ല ഗുണകാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ തള്ളിക്കളയാനും പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിച്ചവർ പോലും ഗാഡ്ഗിലിനെ കുറിച്ച് പറയുന്നതിലേക്ക് എത്തിയതല്ല. ഗാഡ്ഗിൽ പറഞ്ഞ ചിലതൊന്നും ജനങ്ങൾ തീരുമാനിക്കണം എന്നാണ് പറഞ്ഞത്. ഇങ്ങനൊരു ഇടപെടൽ വേറെ എവിടെ നമുക്ക് കണ്ടുണ്ടോ? ഗ്രാമസഭകൾ കൂടി നിങ്ങൾക്ക് ആലോചിക്കാം അവിടെ എന്തു വേണം എന്തു വേണ്ട. ആ എന്ത് വേണ്ട എന്നുള്ളത് ഭൂരിപക്ഷം ചുമ്മാ പറയുന്നില്ല. സയൻറ്റിഫിക്കായി ഇന്നതാണ്, അപ്പോൾ ഞങ്ങൾക്കത് വേണോ വേണ്ടയോ അല്ലേ നമ്മൾ കാണേണ്ടത്. അങ്ങനൊരു സ്പേസ് ജനങ്ങൾക്ക് കൊടുത്തത് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. എൻ്റെ നാട്ടിൽ അങ്ങേയറ്റം ഹസാർഡസ് ആയിട്ടുള്ള ഒരു സ്ഥാപനം വന്നാൽ അത് ബുദ്ധിമുട്ടാവും എന്ന് ഒരു നാട്, എൻ്റെ നാട്ടിൽ ജനങ്ങൾ എല്ലാവർക്കും കൂടെ ആലോചിച്ചാൽ അതിന് ഇതെങ്ങനെ ശരിയാണോ എന്നത് മനസ്സിലാക്കിയിട്ട് ഇവിടെ വേണ്ട, അല്ലെങ്കിൽ ഇത്രയും ഒഴിഞ്ഞ ഭാഗങ്ങളിലേക്ക് അത് മതി എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിലേക്ക് എത്തണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പുഴകളെല്ലാം ഒന്ന് ആലോചിച്ചോ. അല്ല, അപ്പോൾ അവിടെ സാധാരണ പതിവായി വരുന്ന ഒരു തമാശ കലർന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത്, എൻ്റെ മൊബൈലിൽ റേഞ്ച് വേണം, പക്ഷേ എൻ്റെ വീടിനടുത്ത് ടവർ പാടില്ല എന്ന് പറയുന്നൊരു നയം നമുക്ക് ഇല്ല. അത് എവിടെയൊക്കെ ആവാം പാടില്ല. എൻ്റെ വീടിനടുത്ത് പാടില്ല എന്നല്ലല്ലോ ഞാൻ അവിടെ ഒരു ശാസ്ത്രീയതയെ നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വന്നത്. മറ്റത് ചുമ്മാ വെറുതെ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലോ ആ വാദഗതി അപ്പോഴും ഇപ്പോഴും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. നമ്മൾ നോക്കൂ, നമ്മുടെ പുഴകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എല്ലാ വേസ്റ്റും കൊണ്ട് അങ്ങോട്ടേക്കല്ലേ വരുന്നത്. നമ്മുടെ കടലിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടുകളെല്ലാം നമ്മളോട് പറയുന്നത്? നമ്മുടെ കടലിൽ ഉള്ള പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ഭീകരത ആരാണ് ചെയ്തതല്ല? ഏതെങ്കിലും ദൈവം നമ്മളെ ശിക്ഷിച്ചതാണ്? ഒന്നുമല്ല, നമ്മൾ തന്നെ ചെയ്തു. അതിനകത്ത് പ്രശ്നമായിട്ട് എനിക്ക് അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്, കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തിനോ അല്ലെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിനോ ക്കാൾ വലിയ പങ്ക് ഇക്കാര്യത്തിൽ മറ്റ് പല കുത്തക മുതലാളിത്ത രാജ്യങ്ങൾക്കുമുണ്ട്, സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കുമുണ്ട്. ഈ മാലിന്യം ഈ കടലിലേക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുന്നതിനകത്തൊക്കെ അവർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പം കാർബൺ എമിഷൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്കാണ് വലിയ പങ്ക്. ഇന്ത്യക്ക് അല്ല പങ്കുള്ളത്. അല്ല, ഞാൻ അതിനോട് യോജിക്കാം. പക്ഷെ നമ്മുടെ തോട്ടിൽ ഈ സകല വേസ്റ്റും കൊണ്ട് ഇടുന്നതിനെ നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് അക്സസ് ചെയ്യുന്നത്? അല്ല, തീർച്ചയായിട്ടും അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്ങനെയും ലാഭം ഉണ്ടാക്കുക എന്ന ചിന്ത വരുമ്പോൾ, ഏത് വിധേനയും പണം ഉണ്ടാക്കുക എന്ന് വരുമ്പോൾ അത് പ്രകൃതിക്ക് മേൽ വലിയ പ്രയാസം ഉണ്ടാക്കും. വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് ഷാനോസ് പറഞ്ഞ അവർക്ക് എങ്ങനെയും വലിയ തോതിലുള്ള പണമുണ്ടാക്കലാണ്, ലാഭമുണ്ടാക്കലാണ് അവരുടെ ലക്ഷ്യം. ആ രാജ്യങ്ങളുടെയും നിലപാട് തന്നെയാണ്. അതുകൊണ്ട് അവർ കടുത്ത പ്രകൃതി ചൂഷണത്തിന് അവർ തയ്യാറാവുകയും ചെയ്യും. അതൊരു പൊളിറ്റിക്സ് ഉണ്ടായത്, ആ രാഷ്ട്രീയത്തെ നമ്മൾ കാണണം. അങ്ങനെ അതുകൊണ്ട് ഈ ചൂഷണം മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് മാത്രമല്ല, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചുകൂടി നാം ബോധവാന്മാരായിക്കൊണ്ടായിരിക്കണം നാം നമ്മുടെ നിലപാടുകൾ സ്വീകരിക്കണം. അവിടെയാണ് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൻ്റെ കാര്യങ്ങൾ നമ്മളെല്ലാം പറയുമ്പോൾ വരുന്നൊരു വശം. അത് ഒരു വെനിസ്വേലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ട് പോലും മാത്രമല്ല, ഈ പറയുന്നത് പോലെ നടത്തുന്ന ഒരുപാട് കാര്യം. അതെ അത് കൃത്യമായി എന്നവണ്ണം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്, നിലപാട് ഉയർന്നു വരേണ്ടതാണ്. അത് ഇന്ന് പക്ഷേ നമ്മളൊന്നും അറിയാതെ തന്നെയും ആളുകൾ കൂടുതലായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നോക്കൂ, മാലിന്യ സംസ്കരണം എല്ലാവരും ഒരു അജണ്ടയായിട്ടൊന്നുമില്ല. ഏതെങ്കിലും പരിസ്ഥിതി പ്രൊഫസർ പറഞ്ഞിട്ടാണോ? ഒന്നുമല്ല. നമ്മൾ പലയിടങ്ങളിലും നോക്കും, പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മനോഹരമായി തയ്യാറാക്കിയിരിക്കുന്ന ബിന്നുകൾ ഉണ്ട്. എങ്ങനെ വന്നതെല്ലാം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പനി വരുമ്പോഴത്തേക്കും രോഗങ്ങൾ വ്യാപകമാകുന്നു. അപ്പോൾ ചെറിയ പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് വെള്ളം നേരത്തെ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇപ്പം അത് പ്രയാസമാണ്. നമുക്ക് ഇത് റെഡിയാവണം. നമ്മുടെ കനാൽ വൃത്തിയാക്കണം, നമ്മുടെ തോടുകൾ നമുക്ക് വൃത്തിയാക്കണം. അത് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പോവും? നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ നല്ല ഭൂപ്രകൃതിയെ നമുക്ക് നല്ലവണ്ണം അളവിൽ മാർക്കറ്റ് ചെയ്യാവുന്നതായിരുന്നു. നമ്മൾ പ്രാദേശികമായി പോലുമുള്ള ടൂറിസത്തിൻ്റെ രംഗത്തിനുള്ള വലിയ സാധ്യതകളെ എന്നേക്കുമായി അടക്കലായിരിക്കും അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പരിസ്ഥിതി പാഠങ്ങൾക്കകത്ത് വരുന്നതാണ്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഇതിനെ തൊടാൻ പാടില്ല, ഇവിടേക്കൊന്നും ചെയ്യാൻ പാടില്ല, ഈ മണ്ണ് അനക്കാനേ പാടില്ല,
ഈ മരത്തിൻ്റെ ഒരല പോലും എടുക്കാൻ പറ്റില്ല. ആ ചിന്താഗതി അപ്പോഴും ഇപ്പോഴും ഓക്കെ ഓക്കെ ഓക്കെ